ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് നടന്ന ഫേസ് 12ൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് ഒരു ഇലക്ഷനകത്ത് ആകെ മൊത്തമുള്ള കാൻഡിഡേറ്റിൽ മൊത്തം ഇലക്ഷൻ നടന്നതിൽ വോട്ടേഴ്സിൽ 75% മാത്രമേ വോട്ട് ചെയ്തുള്ളൂ. ആ വോട്ട് ചെയ്തതിൽ 4% ഇൻവാലിഡായി. ആ വാലിഡ് വോട്ടിൻ്റെ 80% വാലിഡ് വോട്ട് ആർക്ക് കിട്ടി? ഒരു കാൻഡിഡേറ്റിന് കിട്ടി. അതാണ് 950. ഈ പറയുന്ന സാധനം നേരത്തെ പിടിച്ച് എഴുതി കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് ആൻസർ ആയി. അപ്പോൾ ഞാനാണെങ്കിൽ എക്സ് ആണ് ടോട്ടൽ വോട്ട് എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്തു. എക്സ് ആണ് ടോട്ടൽ വോട്ട്. ഈ എക്സ് വോട്ടിൽ 3/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 75%. അതാണ് വാലിഡ് ആയിട്ടുള്ള വോട്ട്. ഇനി ഈ വാലിഡ് വോട്ടിൽ 4% ഇൻവാലിഡ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബാക്കിയുള്ള 96% വാലിഡ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇപ്പോൾ വാലിഡ് ആയിട്ടുള്ള വോട്ട് കിട്ടി. ഈ വാലിഡ് വോട്ടിൽ 80% വിന്നറിന് കിട്ടി. ഈ വാലിഡ് വോട്ടിൽ 80% ഒരു കാൻഡിഡേറ്റിന് കിട്ടി. 80% എന്ന് പറയുമ്പോൾ തന്നെ 4/5 ആണ് ഫ്രാക്ഷൻ. അതാണ് ആക്ച്വലി 9504. 9504 എന്ന് പറയുന്നത് എന്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ്? എക്സ് ഇൻറ്റു 3/4 ഇൻറ്റു 96 ഇൻറ്റു 24. ഇതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ. അപ്പോൾ ഞാനാണെങ്കിൽ ഇനി കട്ട് ചെയ്യാമെന്നെല്ലാം കട്ട് ചെയ്യാണ്. ഓക്കെ, ഇത് 24 എന്ന് കിട്ടി. ഇത് 24 ഇൻറ്റു 4 ആണ് 96. ഇതിനെ എനിക്ക് വേണമെങ്കിൽ 3 വെച്ച് കട്ട് ചെയ്യാം. 3 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ 9ൽ 3 പ്രാവശ്യം പോവും. ദെൻ ഇതിൽ 1 ഒരു പ്രാവശ്യം പോവും, 31ആയി. ബാക്കി പോയിട്ട് 20 വരും. 20-നകത്ത് ആണെങ്കിൽ 3 പോയി കഴിഞ്ഞാൽ 6 പ്രാവശ്യം പോവും. 8 3168. 3168. ഈ 3168-നെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 7/4 792 വരും. 792 വരും. ദെൻ ബാക്കിയുള്ള നമുക്കൊരു 24 ആണ്. 24 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 33 വരും. സോ എക്സിൻ്റെ വാല്യൂ 33 ഇൻറ്റു 5 ഇൻറ്റു 100 എന്ന് പറഞ്ഞു വരും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 165 165 20. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.